പിന്നെ നമ്മളൊരു റെഡിമെയ്ഡ് സൊല്യൂഷൻ അല്ല, അല്ലെങ്കിൽ നമ്മളൊരു റെഡിമെയ്ഡ് സീറ്റ് കവർ അല്ല ചെയ്യുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ റെഡിമെയ്ഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു സമയത്ത് ഒരു വെണ്ടറിൽ നിന്ന് അത് കഴിഞ്ഞ് വേറൊരു വെണ്ടറിൽ നിന്ന് എടുക്കേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ പ്രൊസീജിയേഴ്സും സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആയാലും എല്ലാം ഒരു ക്വാളിറ്റി നമ്മൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാറുണ്ട്. ഈവൺ അതിന്റെ ഇമ്പ്രൂവേഷൻ ചെയ്യാന്നല്ലാതെ ഇന്നെന്താണ് കണ്ടീഷൻ അത് കൂടുതൽ മെച്ചപ്പെടുത്താന്നല്ലാതെ ഒരിക്കലും നമ്മളത് കുറച്ച് കൊണ്ടുവരാറില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ വേറെ വെണ്ടറിൽ നിന്ന് എടുക്കുന്ന സാധനമാണെങ്കിൽ ഓരോ ടൈമിലും ഓരോ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ തരുന്ന എന്താണോ അത് നമുക്ക് കസ്റ്റമേഴ്സ് കൊടുക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് കാറ്റഗറി മാറുന്നതിനനുസരിച്ച് അവർ റിക്വയർമെന്റ് മാറുന്നതനുസരിച്ച് വാഹനങ്ങൾ പുതിയ വരുന്നതനുസരിച്ച് നമുക്ക് അപ്ഡേഷൻസ് കൊണ്ടുവരാനും കുഷനിങ്ങിലായാലും ശരി ലാമിനേഷനിലായാലും മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി തന്നെ നമ്മളിപ്പോൾ ത്രൂ ഔട്ട് പല ഘട്ടത്തിലും പുതിയ പുതിയ മെറ്റീരിയൽസ് നമ്മൾ പ്രിഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ പല ട്രാൻസ്ഫോർമേഷൻസും ഈ മേഖലയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് തന്നെയാണ് ഈ കമ്മ്യൂണിറ്റിയിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. കാരണം നിങ്ങൾ ചെയ്തത് ഒരു ബേസിക് മെറ്റീരിയൽ ആയിരിക്കും, പക്ഷെ നിങ്ങൾ റെഫർ ചെയ്ത് ചെയ്യാൻ വരുന്ന കസ്റ്റമർ ഹൈ എൻഡ് മെറ്റീരിയൽ ചെയ്യാം. അപ്പോൾ ഒബ്വിയസ്ലി അത് നമ്മുടെ നിങ്ങളുടെ ഓരോരുത്തരും കണക്ഷൻസ് വഴി വരുന്ന വർക്കിന് ഓരോ കസ്റ്റമേഴ്സിന്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ടും വണ്ടികൾ അനുസരിച്ചിട്ടും മാറ്റങ്ങൾ വരുന്നത് മാത്രം.